നമസ്കാരം, എല്ലാവർക്കും വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് വീണ്ടും സ്വാഗതം. IPL ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം സച്ചിനല്ല, അത് മറ്റൊരാൾ. ഇത്തവണ അയാൾ ലേലത്തിനുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ തുടക്കമാകാൻ ഇനി വെറും 3 മാസങ്ങളോളം മാത്രമാണ് ബാക്കിയുള്ളത്. 2024 മാർച്ച് അവസാനത്തോടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി ലീഗായ IPLന്റെ മറ്റൊരു സീസണിന് തുടക്കമാകും. 2008 IPL എന്ന പുതിയൊരാശയം BCCI മുന്നോട്ട് വെച്ചത്. പ്രഥമ സീസണിൽ തന്നെ ടൂർണമെന്റ് വൻ വിജയമായി മാറിയതോടെ പിന്നീടങ്ങോട്ട് IPLന്റെ സ്വീകാര്യത വർദ്ധിച്ചു. നിരവധി അവിശ്വസനീയമായ പ്രകടനങ്ങൾക്കും ഇതുവരെയുള്ള കാലയളവിൽ IPLൽ സംഭവിച്ചു. എന്നാൽ IPL ചരിത്രത്തിൽ ആദ്യമായി സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാരെന്നുള്ളത് അധികം പേർക്കും അറിയാത്ത ഒന്നാണ്. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരായിരിക്കും ആദ്യം പലരും മനസ്സിൽ കരുതുക. എന്നാൽ അത് മാസ്റ്റർ ബ്ലാസ്റ്റർ അല്ല. നിലവിൽ ഇന്ത്യൻ ടീമിൽ ഇടമില്ലാത്ത മികച്ച ഫീൽഡറും മധ്യനിര ബാറ്റ്സ്മാനുമായ മനീഷ് പാണ്ഡെയാണ് ആ താരം. 2009 IPL 2ാം സീസണിലായിരുന്നു മനീഷ് പാണ്ഡെ ആ നേട്ടം സ്വന്തമാക്കുന്നത്. RCBക്ക് വേണ്ടി ഡെക്കാൻ ചാർജേഴ്സിനെതിരെയായിരുന്നു പാണ്ഡെയുടെ പ്രകടനം. 74 പന്തിൽ നിന്നും 114 റൺസാണ് മനീഷ് പാണ്ഡെ അടിച്ചെടുത്തത്. സ്ഥിരതയില്ലായ്മ തിരിച്ചടിയായതോടെ അതിനുശേഷം പൂനെയ്ക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ലക്നൗ സൂപ്പർ ജയൻസിനും അവസാനം ഡൽഹി ക്യാപിറ്റൽസിനും വേണ്ടിയെല്ലാം ജേഴ്സി അണിഞ്ഞ താരമാണ് മനീഷ് പാണ്ഡെ. എന്നാൽ ഇത്തവണ അദ്ദേഹം ലേലത്തിലുണ്ട്. ഇത്തവണ ലേലത്തിൽ അമ്പാട്ടി റായിഡുവിനു പകരം മനീഷ് പാണ്ഡെയെ ചെന്നൈ ഒപ്പം കൂട്ടുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.